കുരിശിൻ്റെ തണലാണെൻ്റെ അഭയമെന്നേശുനായക, തുണയെനിക്കിടണമേ. അണയുന്നു പാദപീഠേ ഞാൻ, തുണയെനിക്കിടണമേ. അണയുന്നു പാദപീഠേ ഞാൻ, നമ്മെ അവനറിയുന്നെന്നും തിന്മയായി ചെയ്യില്ല താനൊന്നും. നമ്മെ അവനറിയുന്നെന്നും തിന്മയായി ചെയ്യില്ല താനൊന്നും. നന്മയ്ക്കായി നൽകുന്നതോർത്തെന്നും സന്മനസ്സാൽ സഹിച്ചിടുക. നന്മയ്ക്കായി നൽകുന്നതോർത്തെന്നും സന്മനസ്സ സഹിച്ചിടുക. കുരിശിൻ്റെ തണലാണെൻ്റെ അഭയമെന്നേശുനായക, തുണയെനിക്കിടണമേ. അണയുന്നു പാദപീഠേ ഞാൻ, തുണയെനിക്കിടണമേ. അണയുന്നു പാദപീഠേ ഞാൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി 103 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മെ അറിയുന്ന ദൈവം എന്നുള്ള വിഷയമാണ്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നതിലോ നാം പൊടിയെന്ന് ദൈവം ഓർക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അതിനുള്ള കാരണം ദൈവം നോഹയോട് പറഞ്ഞത് പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങൾക്കും ആവശ്യമായ ആഹാരം കരുതണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് എത്ര നാളത്തേക്കെന്ന് നോഹ ദൈവത്തോട് ചോദിച്ചില്ല. ദൈവം നോഹയോട് പറഞ്ഞതുമില്ല. മനുഷ്യൻ്റെ ദുഷ്ടനിമിത്തം ജലപ്രളയം തുടങ്ങി നോഹയെയും കുടുംബത്തെയും മാത്രം രക്ഷിച്ചിട്ട് മറ്റ് സകല മനുഷ്യരെയും നശിപ്പിച്ചു കളഞ്ഞു. പെട്ടകത്തിലെ ആഹാര സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നോഹയ്ക്ക് അറിയാമെങ്കിലും എത്ര നാൾ പെട്ടകത്തിൽ കഴിയണമെന്നറിയില്ല. എന്നാൽ ദൈവം അറിഞ്ഞു. ജലപ്രളയത്തിൻ്റെ ശാന്തത വരുത്തി നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി കൃഷി ചെയ്ത് ഫലം അനുഭവിക്കുവോളം വേണ്ട ആഹാര സാധനങ്ങൾ അതിലുണ്ടായിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അങ്ങനെ കണക്ക് കൂട്ടിയാണ് ജലപ്രളയത്തിന് ഒരു അറുതി വരുത്തിയത്. 1 വർഷത്തിന് മേൽ നോഹയും കുടുംബവും ജീവജാലങ്ങളും പെട്ടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വചനം പറയുന്നു. നോഹയുടെ 600-ാമത്തെ വയസ്സിൽ ജലപ്രളയം ആരംഭിച്ചു. 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം പറ്റിപ്പോയിരുന്നു. 8-ാം അധ്യായം 13-ൽ പറയുന്നു, അത് ആ സംഭവം പറയുന്നുണ്ട്. എന്നാൽ 7-ന്റെ 6-ലാണ് ജലപ്രളയം ഉണ്ടായ വർഷം കാണിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം എത്ര ശ്രേഷ്ഠമാണ് എന്ന് ഇതിൽ കൂടി അറിയുവാൻ തക്കണം സാധിക്കും. ദൈവവചനത്തിൽ നാം പരിശോധിച്ചാൽ വിവിധ സാഹചര്യങ്ങളിൽ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ തക്കണം ഇടയാകും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മെ കാണുന്ന ദൈവമെന്ന് ഹാഗാർ, എന്നെ കാണുന്ന ദൈവമെന്ന് ഹാഗാർ തൻ്റെ ജീവിതാനുഭവത്തിൽ കൂടി പറയുന്നുണ്ട്. എന്നെ കാണുന്നതിനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറയുന്നു. നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് ബെർലഹറോയി എന്ന് പേരിട്ടതായി ഉൽപ്പത്തി പുസ്തകം 16-ന്റെ 13-14 വാക്യങ്ങൾ കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആകയാൽ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാൻ മലയിലേക്ക് പോകുന്ന സമയത്ത് ഇസ്ഹാക്കിൻ്റെ ചോദ്യം അബ്രഹാമിൻ്റെ ഹൃദയത്തെ തുളച്ചു കയറുന്ന ചോദ്യമായിരുന്നു. കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? അബ്രഹാം ദൈവത്തെ അവിശ്വസിച്ചിട്ടില്ല. ധൈര്യമായി പറഞ്ഞ കാര്യമാണ്, യഹോവ കരുതിക്കൊള്ളും. അതെ, യഹോവ കരുതുന്ന ദൈവം തന്നെയാണ്. ഇസ്ഹാക്കിന് പകരമായി യാഗമർപ്പിപ്പാൻ ദൈവം കരുതിയതാണ് മുൾപ്പടർപ്പിൽ കുരുങ്ങിക്കിടന്ന ആട്ടുകൊറ്റൻ. അടുത്തതായി ദൈവം ഓർക്കുന്ന ദൈവമാണ് എന്ന് 103-ാം സങ്കീർത്തനത്തിൽ പ്രത്യേകം പറയുന്നു.
അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് ദൈവം ഓർക്കുന്നു. മനുഷ്യൻ്റെ ദൈവത്തോടുള്ള സമീപനങ്ങളെ ദൈവം നല്ലതുപോലെ അറിയുന്നുണ്ട്. നാം വെറും പൊടിയാണ് എന്ന് ദൈവം ഓർക്കുന്നതിനാലാണ് നമുക്ക് മറവാൻ സാധിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്ത ദൈവമെന്ന്. വീണ്ടും ദൈവജനത്തിലൂടെ ഈ ദൈവത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത പറയുന്നത് ദൈവം നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുന്ന ദൈവമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മടക്കി ലഭിച്ച അനേക സംഭവങ്ങൾ കാണുവാൻ സാധിക്കും. അതെല്ലാം ചിന്തിക്കുവാൻ സമയം അനുവദിക്കുന്നില്ല. ചില കാര്യങ്ങളൊന്നും എടുത്തു പറയാൻ തക്കണ താല്പര്യപ്പെടുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം പുസ്തകം അതിൻ്റെ 6-5 പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അത് വായ്പ വാങ്ങിയ കോടാലിയായിരുന്നു. എലീശ പ്രവാചകനോട് കാര്യം പറഞ്ഞപ്പോൾ ഒരു കോൽ വെട്ടി നഷ്ടപ്പെട്ട ഭാഗത്ത് വെള്ളത്തിൽ എറിഞ്ഞു. കോടാലി പൊന്തി വന്നു. പ്രവാചക ശിഷ്യൻ അത് മടക്കി കൊടുത്തു. അടുത്തത് വിടുവിക്കുന്ന ദൈവം. എബ്രായ യൗവനക്കാരെ എരിയുന്ന തീച്ചുള്ളിൽ നിന്നും ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും ഒക്കെ വിടുവിച്ച സംഭവങ്ങൾ നാം സദാ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ദൈവം സ്നേഹമാണ് എന്ന് വെളിപ്പെടുത്തുന്നത് നാം ഓരോരുത്തരും ആണ്. പാപത്തിൻ്റെ അടിമത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ ദൈവത്തിന് നമ്മോട് കൃപയും കരുണയും തോന്നി നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമാക്കിയിരിക്കുകയാണ്. ഈ ദൈവം ക്ഷമിക്കുന്ന ദൈവം കൂടെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മുടെ പാവങ്ങളെയും അകൃത്യങ്ങളെയൊക്കെയും ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ദൈവമക്കളിൽ നിന്ന് അവകാശം ലഭിക്കാനിടയായത്. ഈ ദൈവം നമ്മുടെ നിലവിളികളെയും കേൾക്കുന്ന ദൈവമാണ്. ആഗാറും പൈതലും മരുഭൂമിയിൽ ജലം കിട്ടാതെ ഉഴന്നു നടന്നപ്പോൾ ബാലന് നിലവിളിയെ കേട്ട് നീരുറവ് കാണിച്ചു കൊടുത്ത ദൈവം എത്ര വലിയവനാണ്. ദൈവജനത്തിലൂടെ ദൈവം എങ്ങനെയുള്ള ദൈവമെന്ന് നാം അനേക വിഷയങ്ങളിലൂടെ ഗ്രഹിപ്പാൻ സാധിക്കും. വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ദൈവം കൂടിയാണ് നമ്മുടെ ദൈവം. നമുക്ക് ജയം തരുന്ന ദൈവമാണ്. നമ്മെ ശോധന ചെയ്യുന്ന ദൈവമാണ്. ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഇല്ലാത്തതിനെ ഉളവാക്കുന്ന ദൈവമാണ്. ഈ വിഷയങ്ങളെല്ലാം ദൈവജനത്തിൽ ആദ്യമുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ ശ്രോതാക്കളെ, മുകളിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുള്ളവരാണ്. ഭൂരിപക്ഷം കേൾവിക്കാരും എന്നെനിക്കറിയാം. എങ്കിലും ഇതുവരെ ഈ ദൈവത്തെ വേണ്ട രീതിയിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കാത്ത ഏതെങ്കിലും വ്യക്തി ഇത് ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനാണ് ഈ ദൈവം. നിങ്ങൾ പരാജയപ്പെട്ട വ്യക്തിയെങ്കിൽ നിങ്ങൾക്ക് ജയം നൽകി തരും. യഹോവ നിസ്സിയായി നിങ്ങളെ സമീപിക്കും. നിങ്ങൾ രോഗിയെങ്കിൽ സൗഖ്യദാതാവായി നിങ്ങളെ സമീപിക്കും. നിങ്ങൾ പാപിയെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നൽകും. ദൈവത്തോട് നിങ്ങൾ അടുത്ത് ചെല്ലുക, എങ്കിൽ ദൈവവും നിങ്ങളുടെ അടുത്തേക്ക് വരും. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സർവശക്തൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമെന്ന് വിളിച്ചു പറവാൻ നിൽക്കണം. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തെ സഹായിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.